യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് എല്ലാ കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അമ്മ ബീനയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. മകന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. മനസ്സിലെന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഒത്തിരി സന്തോഷം. ജാമ്യം ലഭിച്ചതിന് ശേഷം വിളിച്ചിരുന്നോ അതോ അതിനു മുമ്പ് വിളിച്ചിരുന്നോ? ജാമ്യം ലഭിച്ചുവെന്ന് ന്യൂസിൽ കാണുന്നതിന് തൊട്ട് മുമ്പ് രാഹുൽ വിളിച്ചിരുന്നു. എന്താ ആ സമയം പറഞ്ഞത്? അല്ല, ജാമ്യം അമ്മ ചാനൽ ന്യൂസ് കാണുന്നുണ്ടോ, കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. ജാമ്യത്തിനെ കുറിച്ച് 90% പ്രതീക്ഷിക്കുന്നു. പിന്നെ ചിലർ പറയുന്നുണ്ട് കിട്ടത്തില്ല എന്ന്. പിന്നെ എന്തുവായാലും അതിനെക്കുറിച്ച് അറിയത്തില്ല. അല്പസമയത്തിനുള്ളിൽ വിധി പറയുമെന്നാണ് ന്യൂസിൽ കണ്ടതെന്ന് പറഞ്ഞു മോനോട്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്നത്തേക്ക് ഇങ്ങോട്ടേക്ക് വരും എന്നാണ്, വീട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇന്ന് അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് അവിടെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു മാർച്ച് അവർ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതാണ്. ഇനി അതുണ്ടാവുമെന്ന് അതും കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ ജാമ്യാവസ്ഥയിൽ ഒപ്പിടാൻ 22 വരെ മറ്റോ ഒപ്പിടാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് ഞാൻ ശരിക്കും ന്യൂസ് കണ്ടില്ല. അപ്പൊ അതങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിങ്ങ് വരാൻ ചാൻസ് ഇല്ല. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ചതിൽ എല്ലാ തിങ്കളാഴ്ചയും ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചതിൽ ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരാണ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് എന്തായാലും അത് കഴിഞ്ഞേ വരുവുള്ളായിരിക്കും. വന്നു കഴിഞ്ഞാലും നേരെ ഇങ്ങോട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷയല്ല ഞങ്ങൾക്ക്. കാരണം അവന്റെ കൂട്ടത്തിലുള്ളതെല്ലാം 2 ദിവസം കൊണ്ടുള്ള ക്രൂര മർദ്ദനത്തിനിരയായി ബിലിവേഴ്സിലും മറ്റുള്ള ഹോസ്പിറ്റലുകളിലുമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നേരെ എന്റെ പൂർണ്ണ വിശ്വാസം അവരെ കണ്ടിട്ടേ വീട്ടിലോട്ട് വരുവുള്ളൂ എന്നാണ്. അത് അക്കാര്യത്തിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവന്റെ സഹപ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്ന ഓരോ മർദ്ദനത്തിനും അവനല്ലേ അവരെ ആശ്വസിപ്പിക്കാൻ ചെല്ലേണ്ടത്. അവൻ അവരുടെ നേതാവായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അവന്റെ ഒരു പിന്തുണ അവർക്ക് വേണമല്ലോ. അപ്പൊ അതിനകത്തൊക്കെ സന്തോഷമേ ഉള്ളൂ. പോടി ഞങ്ങളെ കാണാൻ വരണമെന്ന് വരാത്തതിലോ വന്നു കഴിഞ്ഞാൽ അതിനൊരു വന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പരാതിയില്ല. ആദ്യം കാണേണ്ടത് സഹപ്രവർത്തകരെയാണ് അല്ലെ? തീർച്ചയായും. ഈ കോടതിയിൽ നിന്നും ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നു? ഒരു 90% പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഇവര് എന്തെങ്കിലുമൊക്കെ കേസുകൾ ഇന്നലെ മിനിങ്ങാന്നുമായിട്ടൊക്കെയാണ് മറ്റു 2-3 കേസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുത്തത്. അപ്പൊ അതിങ്ങനെ ന്യൂസിലും പത്രത്തിലും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ എന്നാലും ഇന്ന് 90%. എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ കിട്ടിയാലും കിട്ടിയില്ലേലും നമ്മൾ കോടതി അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. രാഷ്ട്രീയ പകപോക്കലാണെന്ന് നമ്മ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും പറഞ്ഞിരുന്നു. ഈ 2 സ്റ്റേറ്റ്മെന്റിനെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? 2 സ്റ്റേറ്റ്മെന്റും ഞാൻ അന്ന് പറഞ്ഞ അതേ ന്യായം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ് അന്ന് നടത്തിയിരുന്നത്. പിന്നെ കോടതി വിധി അന്ന് അവര് റിമാൻഡ് ചെയ്തതിലും സന്തോഷം. ഇന്ന് ജാമ്യം കൊടുത്തതിലും കോടതിയോട് വളരെ സന്തോഷം. രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അമ്മ പറയുന്നു. അതേസമയം തന്നെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് സഹപ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളം എമ്പാടും എല്ലാ ജില്ലകളിലും വലിയ സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു. ആ സഹപ്രവർത്തകർക്ക് പോലീസിൽ നിന്ന് ക്രൂര മർദ്ദനം ഏറ്റിരുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെയാണ് ആദ്യം പോയി കാണേണ്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അമ്മ ബീന പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.